അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറച്ച് നാളായിട്ട് ഞാൻ 2 ഏലക്കയുടെ തൈ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളായിട്ട് നടന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നാണ് അതിൻ്റെ ഒരു സമയം കിട്ടിയത്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ ഏട്ടനെ വിളിച്ചു. എൻ്റെ മാമനാണ്. മാമനെ കൊണ്ട് 2 ഏലത്തൈ വെപ്പിച്ചാലോ എന്ന് വിചാരിച്ച് അങ്ങനെ മാമനോട് പറഞ്ഞപ്പോൾ മാമൻ വേഗം കുഴിയെടുത്ത് തന്നു. പിന്നെ ഏലം നടേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുഴിയെടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇടുക. അതിനുശേഷം നമ്മൾ കവറിളക്കി ഏലക്കയുടെ തൈ ആ കുഴിയിലേക്ക് വെച്ചതിന് ശേഷം കുറച്ചുകൂടി ചാണകം എടുത്ത് അതിൻ്റെ ചുറ്റുമിടണം. അപ്പോൾ അങ്ങനെ ചെയ്താൽ അതിൻ്റെ പുറമേയുള്ള വേരിനും അപ്പോൾ സൈഡിലുള്ള വേരിനും ഒക്കെ നല്ല രീതിയിൽ വളം കിട്ടും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വളരാനും സഹായിക്കും. എന്നിട്ട് അതിൻ്റെ സൈഡിലേക്ക് കുറച്ച് മണ്ണൊക്കെ തട്ടിയിട്ട് അതൊന്ന് ഉറപ്പിച്ചു കൊടുക്കുക. മണ്ണുമായിട്ട് ഏകദേശം ഒന്ന് സെറ്റാവുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാത്ത രീതിയിലൊന്ന് ഉറപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഏലത്തിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേഗം പുതിയ തട്ടകൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മണ്ണിട്ട് ഉറപ്പിച്ച് ഇതാക്കരുത്. ഏകദേശം ഒരു ചെറിയ ഒരു തോതിൽ മണ്ണിട്ട് അതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് ഉറപ്പിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വല്ലാണ്ട് ഇതാക്കി അതിൻ്റെ പുതിയ മുള വരുന്നത് അതിനൊരു പ്രയാസം ഉണ്ടാവാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് ചെയ്തു കൊടുത്താൽ വേഗം പുതിയ തട്ടയൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ ഏലക്കൊക്കെ ഭയങ്കര വിലയാണിപ്പോൾ. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ 3000-4000 ഒക്കെയാണ് കിലോയ്ക്ക് വില കാണിക്കുന്നത്. അപ്പോൾ അതിലും നല്ലത് നമുക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനാണെങ്കിൽ കുറച്ച് ഏലക്കെങ്കിലും നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ഏലക്കായൊക്കെ ഇങ്ങനെ പ്ലാന്റ് ചെയ്യുന്നത്. അങ്ങനെ ആദ്യം നമ്മൾ നട്ടത് ഞേർലാണി അങ്ങനെ എന്തോ ഒരു പറയുന്നൊരു വെറൈറ്റി ഒരു ഏലമാണ്. അപ്പോൾ അതിന് 50 രൂപ ആയിട്ടുള്ളൂ. അതൊരു തട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റൊരു ഇതേ മുളച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതിന് 50 രൂപയാണ് കൊടുത്തത്. ഇതിപ്പോൾ ഏകദേശം ഒരു 3-4 എണ്ണം മുളച്ച് വന്ന ഒരു തൈ വാങ്ങി. ഇതിന് 100 രൂപയാണ് ആയത്. ഇതും വേറെ ഏതൊരു വെറൈറ്റിയാണ്. ഇത് കുറച്ച് വലിയ കായുള്ള ഒരു വെറൈറ്റി ആണെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഇതിനും നമ്മൾ അതേപോലെ തന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് മണ്ണ് മൂടുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നന്നായിട്ട് അതിന് ചാണകം അല്ലെങ്കിൽ അതിൻ്റെ ഇതൊക്കെ വലിച്ചെടുക്കാനും ആ വളത്തിലൂടെ പെട്ടെന്ന് ഗ്രോ ചെയ്യാനും സഹായിക്കും. പിന്നെ ഞാൻ നല്ല വെയിലുള്ള സ്ഥലത്താണ് വെച്ചത്. എല്ലാവരും പറയുന്നത് 60% തണലെങ്കിലുള്ള സ്ഥലത്താണ് ഏലക്ക വെക്കേണ്ടതെന്നാണ്. പക്ഷേ ഇവിടെ അങ്ങനെ തണൽ എന്ന് പറയാനില്ല. ഓൾമോസ്റ്റ് എല്ലായിടത്തും വെയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അങ്ങ് വെച്ച് കൊടുത്തു. എന്തായാലും ഡ്രിപ്പ് ഇറിഗേഷൻ എനിക്കുണ്ടല്ലോ. അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി കുറച്ച് പൈപ്പ് കണക്ഷൻ എടുത്തിട്ട് അതിന്ന് ഇതിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്താൽ അധികം വെയിൽ കൊണ്ടാലും വെള്ളം കിട്ടാത്തൊരവസ്ഥ വരില്ല. അപ്പോൾ നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി അതിലേക്ക് കണക്ഷൻ കൊടുത്ത് വെള്ളം എത്തിക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഈ ചാനലിൽ വരുന്നതായിരിക്കും. എന്തായാലും ഇതുപോലുള്ള വീഡിയോസൊക്കെ കിട്ടാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.